എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു തായ് ഡ്രാമ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു BL ഡ്രാമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരും നമ്മുടെ ഈ ഡ്രാമയുടെ മെയിൻ ലീഡായ രണ്ടുപേരും ഒരു ആക്ടേഴ്സാണ്. വളർന്നു വരുന്ന രണ്ട് ആക്ടേഴ്സാണ്. ഇവരുടെ വർക്ക് വളരെ ഓവർലോഡ് ആയതുകൊണ്ട് തന്നെ ഇവന് പെട്ടെന്ന് വളരെയധികം ഫീവറൊക്കെ വരുന്നുണ്ട്. എന്നിട്ടും ഫീവറൊന്നും കാര്യമാക്കാതെ അവനാണെങ്കിൽ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ വെച്ച് അവന് ഒട്ടും വയ്യാതാവുന്നുണ്ട്. നല്ല ചുമയൊക്കെ വരുന്നുണ്ടായിരുന്നു. അവൻ്റെ ബോയ് ഫ്രണ്ട് ചോദിക്കാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൻ ഒന്നും മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ അടുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരങ്ങനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ മാത്രമുള്ളൊരു റിലേഷൻഷിപ്പ് അവർക്ക് ആ ടൈമിലുണ്ടായിരുന്നില്ല. അവരുടെ റിലേഷൻഷിപ്പ് ഇനി അങ്ങോട്ട് വർക്കൗട്ട് ആവാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരൊന്നും പറയാതെ അവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോകുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് തലകറക്കം വരികയും അവൻ തല ഇറങ്ങി വീഴാൻ പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ട് അവനെ പെട്ടെന്ന് ഓടിപ്പോയി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഇവൻ ബൈക്കിലാണ് വന്നത്. അതുകൊണ്ട് ബൈക്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചതിന് ശേഷം ഡോക്ടർ IV ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവന് വേറെ കുഴപ്പമൊന്നുമില്ല, പനി മാറിക്കഴിഞ്ഞാൽ ഡിസ്ചാർജായി പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇവരൊന്നും ഓക്കെ ആവുന്നത്. പക്ഷേ അവന് ബോധം വരുന്നത് വരെയും ഇവൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ആക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവനെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഇവന് തോന്നിയും അവൻ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ വളരെ ക്യൂട്ടായിട്ടും ഫണ്ണിയായിട്ടും ഒക്കെ കിടന്ന് ഉറങ്ങുന്നത് കാണുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ട് അവന് വീഡിയോ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല കുറച്ച് ക്വാളിറ്റി റൊമാൻറ്റിക് ടൈമൊക്കെ അവർക്കിടയിൽ സ്പെൻഡ് ആവുകയാണ്. ഈ ഡ്രാമ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് 2025 ഇറങ്ങിയൊരു ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് ഓൾറെഡി റിലീസായിട്ടുണ്ട്. ഇനി വേണം എനിക്ക് എല്ലാ എപ്പിസോഡും ഒന്ന് കണ്ട് തീർക്കാൻ, ഇതിൻ്റെ ഡ്രാമയുടെ കൂടുതൽ സ്റ്റോറി ലൈൻ മനസ്സിലാക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. ഇവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ ഡ്രാമയിൽ. ഇവർ രണ്ടുപേരും നല്ലൊരു മാച്ചിങ് കപ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ആ ഒരു റൊമാൻറ്റിക് സീൻസൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം കെയർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതുമൊക്കെ നമുക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നും. എൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായത് പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൺസേണിങ്ങോടുകൂടി തന്നെ അവൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കെയറിങ്ങും ആ ഒരു ബോണ്ടിങ്ങും ഒക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഒരു മൈൽഡായിട്ട് ഉള്ള ഒരു ആക്ടിംഗ് ആണ് ഇവരുടേത്. ഓവർ എക്സ്പ്രഷനൊന്നും ഇല്ലാതെ ഒരു ലിമിറ്റായിട്ടുള്ള ആക്ടിംഗ് ആണ് ഇവരുടേത്. ഇവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഓരോ നോട്ടമായാലും എല്ലാം നമുക്ക് ഓവർ ക്രിഞ്ചായിട്ടൊന്നും തോന്നാതെ നല്ല കറക്റ്റ് ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എനിക്കത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. സാധാരണ ചില ഡ്രാമകൾ ഞാൻ കാണുമ്പോൾ സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. പക്ഷേ ഈ ഡ്രാമ എനിക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഡ്രാമയുടെ നെയിം ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്